എല്ലാവർക്കും ഒരു ഹായ്. ഇപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് സൊലൻറ്റി 2 എന്ന അനിമയുടെ എപ്പിസോഡ് 43 ഓക്കെ. അപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ റിയു പാലസ് കഴിഞ്ഞ എപ്പിസോഡിലെ ജ്യൂസ് റോയൽ പാസ് കാണിച്ച് പോയിരുന്നല്ലോ. അതാണ് ആരുടെ അടുത്താണെന്നല്ല, റിയു എംപയറിലെ ക്രൗൺ പ്രിൻസിൻ്റെ അടുത്തേക്കാണ് പോയത്. കാര്യം എന്താണെന്ന് കാണിക്കുന്നില്ല, യുഹാവയ്ക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കാം. ഈ സമയത്ത് യുഹാവന് ടോർച്ചർ തന്നെയാണ്. അവിടെയുള്ള ഡ്രാഗൺ പ്രസന്റ് അതിൽ കയറ്റി അവനെ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവൻ അക്കപ്പഞ്ചർ പോയിന്റ് കുത്തുന്നത് ചെയ്തിട്ടില്ല. അവൻ എത്രയൊക്കെ അടിച്ചിട്ടും കുറ്റം സമ്മതിക്കുന്നില്ല. അടുത്ത് അടിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് അത് തന്നെ ചെയ്യാനായിട്ട് വാങ്ങ് പറഞ്ഞു. അത് ചെയ്യുന്നു. ആ ഷാർപ്പായ കത്തികൾ തുളച്ചു കയറുന്നത് പോലെ ഇത് കണ്ട് പിങ്ങിന് ദേഷ്യം വന്ന് അറ്റാക്ക് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ യുഹാവ തടഞ്ഞു. അപ്പോഴാണ് പെട്ടെന്ന് പിറകിൽ നിന്ന് ഒരാൾ വരുന്നേ. വാങ്ങിനിട്ട് ഒറ്റയടി. അത് ജിന്നായിരുന്നു. അവനെ വഴക്ക് പറയുന്നു. കാരണം ഷിങ്ലു എംപയറിൽ നിന്ന് വന്ന സ്റ്റുഡൻ്റ് ആണ്. അവരിങ്ങനെ ദ്രോഹിച്ച അത് ഏറ്റവും വലിയ ക്രൂരായ രീതിയിൽ നിക്രമത്സരപ്പോൾ ഒരാൾ വരുന്നുവെന്ന് യുഹാവന് മനസ്സിലായിരുന്നു. നല്ലൊരു തീരുമാനം തന്നെയാണ് എടുത്ത്. യുഹാവനോട് വന്ന് സോറി പറയുന്നു. അവനെ ഇങ്ങനെ ആക്കിയതിൽ ഇങ്ങനത്തെ സ്വഭാവമൊന്നും പിടികിട്ടുന്നില്ല. വാങ്ങിയതിന് എക്സ്പ്ലനേഷൻ തരണം എന്ന് പറയുമ്പോൾ അവർ റോയൽ ഫാമിലിയിൽ നിന്നാണ് മിങ്ഡിഹാൾ എന്ത് ചെയ്യാൻ അങ്ങനെയാണോ എന്നൊരു വോയിസ്. നോക്കുമ്പോൾ ജ്യൂസിയും അവരുടെ കൂടെ ഒരുപാട് സോൾജേഴ്സും വരുന്നു. കാര്യം എന്താണെന്ന് തൊട്ട് പിറകെ നടക്കാൻ കഴിയാത്ത ക്രൗൺ പ്രിൻസിനെ കണ്ടതോടെ അവരുടെ മുട്ടുകൾ ഇടിക്കാനായി തുടങ്ങി. ഈ ക്രൗൺ പ്രിൻസിന്റെ പേരെന്താണെന്ന് ഷൂട്ടിയാൻ എന്ന് പറയാം. ഷൂട്ടിയാൻ വന്നിട്ട് ജിങ്ങിനോട് യങ്ങർ ബ്രദറിൽ നിന്നും വേണ്ട എക്സ്പ്ലനേഷൻ അതെന്താണെന്ന് ചോദിക്കുന്നു. ജ്യൂസ് എന്നോട് പറഞ്ഞു ഞാൻ കൺഫ്യൂസ് ആണ്. എന്നാൽ ഈ ഒരു പ്രശ്നം ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പ് എന്തുകൊണ്ട് റിയു എംപയറിൽ ഇൻഫോം ചെയ്തില്ല? ആൻസസ്റ്റേഴ്സ് പോലും ഇങ്ങനെ ചെയ്തിട്ടില്ല. അവരെ അപമാനിച്ചു എന്ന ഈ അനീതിക്ക് ജിങ് പ്രതികരിച്ചു. സത്യമല്ലേ, അതിനുള്ളത് ഇപ്പോൾ തന്നെ വിധിച്ചേക്കാം എന്ന് പറഞ്ഞ് ഒരാളെ വിളിക്കുന്നു. അങ്ങോട്ടൊരു ഷാഡ പോലുള്ള ആള് വരുവാണ്. സെക്കൻഡ് കൊണ്ട് നീ രണ്ടുപേരെ കൊന്നുളഞ്ഞു. വാങ്ങാകട്ടെ വരണ്ടുപോയി. അവൻ കാലൊക്കെ പിടിക്കാനെന്ന് പറഞ്ഞു നോക്കി. എന്നാൽ വാങ്ങിനെ അടിച്ച് അങ്ങേറ്റം അവൻ്റെ അഹങ്കാരം തീർക്കുന്ന രീതിയിൽ അടി കൊടുക്കുകയാണ്. അവനെ കൊല്ലാനായിട്ട് വരുന്ന എന്ന രീതിയിലാകുമ്പോൾ തന്നെ നിർത്താനായിട്ട് ജിങ്ങും പറഞ്ഞു. അതുകൊണ്ട് തന്നെ നിർത്തി. ഈ ഷാഡോ, ആളുടെ പേര് ശൂഷൻ എന്നാണ്. ഷാഡോ ഗോസ്റ്റ് എന്ന് പറയാം. മറ്റേ ഓൾഡ് ഗോസ്റ്റിനെ പോലെ 10 വർഷം മുൻപ് പോയതല്ലേ, ഇപ്പോൾ പിന്നെയും ക്രൗൺ പ്രിൻസിന്റെ കൂടെ ഈ സിറ്റിയിൽ വന്നിരുന്നു. നിങ്ങൾ വളരെ സ്ട്രോങ് ആണ് എന്നൊക്കെ പറയുമ്പോൾ ഷാഡോ ഗോസ്റ്റും എന്നെ ഓർമ്മ വയ്ക്കുന്നുണ്ടല്ലോ. എനിക്കൊരു ടാസ്ക് തന്നു, അത്രേ ഉള്ളൂ. ജിന്നെ നന്ദി പറഞ്ഞ് കൊണ്ടുപോയി. ജ്യൂസിക്ക് എന്തോ പോലെ ആയിപ്പോയി. അത് കഴിഞ്ഞ് അവനെ റൂമിൽ കിടത്തി അങ്ങോട്ട് കായിട്ട് വന്ന് കണ്ട് സങ്കടമായിപ്പോയി. അവരോട് നിങ്ങളെ അവർക്കൊന്നും പറ്റില്ല എന്ന പ്രോമിസല്ലേ തന്നിട്ട് ഇങ്ങോട്ട് വിട്ട് എന്നിട്ട് ഇതാണോ എന്ന് പറഞ്ഞ ദേഷ്യ നീ ആരുടെ അടുത്താണ് പറയുന്നതെന്നറിയോ? ചിങ്ങ തടഞ്ഞിട്ട് വാങ്ങി കാണിച്ച അതിന് പാരം പറ്റി എന്ത് വേണമെങ്കിലും ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പറയാൻ നാണല്ലേ? യുഹാവ അപ്പോൾ അവനോട് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് സംസാരം കായിട്ടപ്പോൾ ഇവർ കാണിച്ച രീതിയിൽ ശ്രദ്ധ ഒരിക്കലും കാണിക്കില്ല. എന്റെയും വിശ്വാസം അതാണ്. യുഹാവനോട് നിന്റെ ടീച്ചറിന്റെ കൂടെ നീ റിക്കവറായിട്ട് മിങ്ഡിഹാളി വന്ന് പഠിക്കാനായിട്ട് പറയണ ഷോക്ക്. മനസ്സിൽ ടീച്ചർ ഷുവാൻ പറഞ്ഞതുപോലെ ഇവൻ എന്നെ ഡിസപ്പോയിൻമെന്റ് ചെയ്യില്ല. ഈ ടീച്ചർ ഷുവാൻ എന്ന് പറയുന്നത് വെയ്സിയാണ്. അവനോട് ഒന്നുകൂടി സോറി പറഞ്ഞിട്ട് പോവാണ്. യുഹാവയ്ക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് 2-3 വില്ലന്മാരെ കണ്ടു. ഈ സിമ്പതി ഉപയോഗിച്ച് മിങ്ഡിഹാളിൽ തന്നെ കയറാൻ കഴിഞ്ഞു. അവിടുത്തെ അഡ്വാൻസ്ഡ് ടെക്നോളജി പഠിക്കാനും കഴിയും. ജിങ്ങിനോട് യുഹാബോന് മിങ്ഡിഹാളിലേക്ക് പോകാൻ പറഞ്ഞത് അത് ചോദിക്കുമ്പോൾ അതിന് കാരണം പറയുന്നില്ല. അവനിൽ കണ്ണു വെച്ചാൽ മതി എന്ന്. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ഷൂട്ട് ചെയ്യാനാണ്. ഇന്ന് കാണിച്ചത് കണ്ടില്ലേ? റോയൽ ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പിനെ തന്നെ ഇല്ലാതാക്കി. അതവൻ്റെ പവർ കാണിക്കാനാണോ? നല്ല ഉദ്ദേശമാണ്. അപ്പോൾ ശൂഷൻ ഗോസ്റ്റ് ഷാഡോ കൂടി ബോഡി ഗാർഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കും എതിർക്കാൻ കഴിയില്ല. ക്രൗൺ പ്രിൻസ് വളരെ ക്രൂരാണ്. മറ്റു പ്രിൻസുകൾക്ക് അടുത്തേക്ക് ചെല്ലാൻ കഴിയില്ല. ആ കോൺഫിഡൻസ് ആവാം ജിങ്ങവോ അതിന് നമ്മളിപ്പോൾ അകപ്പെട്ടതുപോലെയാണ്. അതിനുശേഷം രാത്രി അങ്ങോട്ട് ജ്യൂസ് വരുന്നു. അവനെ കണ്ട് സോറി പറയുന്നു. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പാസ്റ്റിൽ നടന്നാണ് പിന്നെ കാണിക്കുന്നത്. അവളുടെ പഠിത്തം കഴിഞ്ഞല്ലോ, ഇനി മിലിറ്ററിയുടെ കാര്യങ്ങൾ നോക്കാനായിട്ടുള്ള ജോലി അത് കൊടുത്തു. അവളുടെ ഓർഫനാണ് എന്നത് പറയുമ്പോൾ എനിക്കറിയാം എന്ന്. നീ മിലിറ്ററി ബുക്ക് നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അതുപോലെ സോൾ ഗൈഡിങ്ങും നിന്റെ ടാലന്റ് എത്രമാത്രം ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അനൗൺസ്മെന്റ് ചെയ്യും, നീയാണ് പ്രിൻസസ് അടുത്ത ക്യൂനും. അവൾക്കാകട്ടെ യുഹാവാനാണ് ഇഷ്ടം. അവിടെ പിന്നെ പ്രായമൊന്നും നോക്കില്ലല്ലോ. ഞാൻ ഡിസാസ്റ്റർ ഫേസ് ചെയ്തപ്പോൾ നീ മാത്രമാണ് എൻ്റെ കൂടെ നിന്ന്. ബ്രദറിൽ നിന്നുള്ള അറ്റാക്ക് തടഞ്ഞത് നീയാണ്. അതിനുശേഷം എനിക്ക് ഫാമിലിയായിട്ട് ഒരു ബന്ധമില്ല. നിനക്കും എനിക്ക് ഒരേ ഒരു ഗോഡ് മാത്രമേ ഉള്ളൂ. നിനക്ക് എൻ്റെ പവർ സ്ട്രെങ്ത് തരാം. ഈ ലോകത്ത് നിന്ന് വാർ അതില്ലാതാക്കണം. എൻ്റെ ത്രോണ് നീ സംരക്ഷിക്കണം. ഈ ലോകത്ത് എല്ലായിടത്തും റിയു എംപയർ തിളങ്ങി നിൽക്കണം. അവള് സമ്മതിച്ചു. അതെല്ലാം പറഞ്ഞ് കരയുകയാണ്. അവിടെ ഒരു പഴം ഇരിക്കുന്നുണ്ടോ? അതവന് കഴിക്കാനാണ്. അവളവിടെ നിന്ന് പിന്നെ പോവാണ്. അവനോട് ഫ്യൂച്ചറിൽ നീ ഗ്രേറ്റായ ആളാകണം. ഒരിക്കലും നമ്മൾ ബാറ്റിൽ ഫീൽഡിൽ മീറ്റ് ചെയ്യരുത്. അതെല്ലാം യുഹാവ കേട്ടിരുന്ന പോലെ. പിന്നെ അവൻ്റെ വോയിസ് ആ രാത്രിയോടെ ജോസി അവിടെ നിന്ന് പോയി. ഞാൻ റിക്കവർ ആയതിനു ശേഷം വെയ്സിയിട്ട്, അതായത് അവൻ്റെ ടീച്ചറിന് കൂടെ മിങ്ഡിഹാളിലേക്ക് പോയി. അവിടെ വലിയ സെക്യൂരിറ്റിയാണ് ഉള്ളത്. വെരിഫിക്കേഷൻ ചെയ്ത് അകത്ത് കയറാൻ കഴിയില്ല. ഇതെല്ലാം ഉണ്ടായിട്ട് പോലും
മൂയൻ കയറി കണ്ടത് ഓർക്കും. അവിടുത്തെ ലിഫ്റ്റ് കയറി താഴേക്ക് പോകുന്നു. അവൻ ആദ്യമായിട്ടാണ് അതൊക്കെ കാണുന്നത്. നല്ല ആകാംക്ഷയുണ്ട്. വെയ്സിക്ക് ലെവൽ 9 ആണ്. അവിടുത്തെ സോൾ ഗൈഡിങ് ഒക്കെ വലുതായിരുന്നു. വെയ്സി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവിടുത്തെ ഓരോരോ കാര്യങ്ങൾ. അതുപോലെ അവിടെ കണ്ടതുപോലെ തന്നെ വളരെ വലുതായിരുന്നു. അവിടെ ഓരോരുത്തരും അവരുടെ ആവശ്യത്തിനനുസരിച്ചാണ് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് എങ്ങനെയാണോ യോജിച്ച രീതിയിൽ ഉണ്ടാക്കാനും കഴിയും. വെയ്സിനെ കണ്ട ഒരുപാട് സ്റ്റുഡൻസ് ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു വരുന്നുണ്ട്. യുഹാവ് പിന്നെ അവിടെ എല്ലാം നോക്കാനായിട്ട് തുടങ്ങി. ഇതെല്ലാം അറിയാവുന്നവരുടെ കയ്യിലാണ് കിട്ടുന്നതെങ്കിൽ ഗ്രേറ്റസ്റ്റ് പവർ ആയിരിക്കും കയ്യിലുണ്ടാകുക എന്ന് മനസ്സ് പറഞ്ഞിട്ട് അവൻ്റേത് ആദ്യം സ്പീഡാണ് വേണ്ടത്. അവൻ്റെ സോൾ ടൂൾ അത് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് തുടങ്ങി. അതുപോലെ സൈക്കിക് ടൈപ്പും ടാങ്ക് സെറ്റ് കൂടി ചേർന്ന് കമ്പൈൻ ചെയ്ത ഒരു ബോട്ട് അതുണ്ടാക്കാനാണ് തുടങ്ങി. 6 മാസം കടന്നുപോയി അവൻ അത് ഉണ്ടാക്കിയെടുത്ത്. അതുപോലെ ലെവൽ 6 സോൾ മെൻറ്റർ പോയി അത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ടൈമിലാണ് അവൻ്റെ ഐ ഓഫ് ഡെസ്റ്റിനി അതിൽ നിന്ന് വളരെ പെയിൻഫുള്ളായത് വരാനായിട്ട് തുടങ്ങി. നെക്രോമൻസർ എന്ന് പറഞ്ഞത് സ്ട്രോങ് ആയ പവർ ഓഫ് ഡെസ്റ്റിനി അതിനെ കിട്ടി. അതുകൊണ്ട് തന്നെ ഡേഞ്ചർ സെൻസ് ചെയ്യാനും പ്രെഡിക്റ്റ് ചെയ്യാനും കഴിയും. അതോർത്ത് നോക്കുമ്പോൾ ബോംബ് ഇവിടെ ബോംബുണ്ട് എന്ന് പറയുന്ന ടൈമിൽ തന്നെ എല്ലാം കൂടി പൊട്ടിത്തെറിച്ച്. പിന്നെ പറയണ്ടല്ലോ ഒരുപാട് പേര് ഡെഡായി, ഒരുപാട് പേർക്ക് പരിക്കുപറ്റി. 1 അല്ല 2 അല്ല ഒരുപാട് എണ്ണമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആരാണെന്ന് വെച്ചതെന്ന് അവൻ അറിയില്ല. നെക്സ്റ്റ് എപ്പിസോഡ് വെച്ചത് ബോഡി സെറ്റാണ്. ഐസംബ്രസിന്റെ പ്രൊട്ടക്ഷനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ അതവിടെ തീരുവാണ്. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് യുഹാവന് 3ാമത്തെ സോളും കിട്ടാൻ പോകുന്നു എന്ന് കാണാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ ബൈ.